ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. റഷ്യയ്ക്ക് ജാക്ക്പോട്ടാണ്. റഷ്യയ്ക്ക് ജാക്ക്പോട്ട് എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ സാങ്ഷൻസ് എല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്. എല്ലാം അല്ല, എണ്ണ വിൽപ്പന ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉപരോധങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇതിനു മുമ്പ് റഷ്യയുടെ എണ്ണ വാങ്ങണം എന്നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് $60 കൂടുതൽ വില വെച്ചുകൊണ്ടുള്ള വിൽപ്പന നടത്താൻ പറ്റത്തില്ലായിരുന്നു. കാരണം അത്തരത്തിലുള്ള സാങ്ഷൻസ് ഒക്കെ അമേരിക്ക ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ റഷ്യ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, പല രാജ്യങ്ങൾക്കും റഷ്യ എണ്ണ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എണ്ണയെല്ലാം ഇപ്പം വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിൽക്കാൻ തുടങ്ങിയതിന് കാരണം വെച്ചാൽ ഇപ്പം എണ്ണയ്ക്ക് ഡിമാൻഡ് ഉണ്ട്. കാരണം ഇവിടെ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ഇപ്പം അന്ന് $60 ആയിരുന്നു വിലയെങ്കിൽ പല സാഹചര്യങ്ങളിലും 40, 47, 50, 52 ആ റേഞ്ചിലൊക്കെയാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇത്രയും ചെറിയ പ്രൈസിന് എണ്ണ വിറ്റുകൊണ്ട് തന്നെയാണ് റഷ്യ യുദ്ധം നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം യുദ്ധം നയിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം എണ്ണ വിൽക്കുമ്പം റഷ്യക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് സേവ് ചെയ്ത് വെച്ചിരുന്ന എണ്ണയ്ക്ക് ഇന്ന് കിട്ടുന്ന വില $108, $110, $105 ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് പല രാജ്യങ്ങളുമായിട്ടും വില പേശി റഷ്യ എണ്ണ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എണ്ണ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് റഷ്യയിൽ, വരുമാനവും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ശരിക്കും സെലൻസ്കിക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും നല്ല രീതിയിലുള്ള അസ്വസ്ഥതയുണ്ട്. ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇതാണ് ജിയോ പൊളിറ്റിക്സ് ഉള്ളൂ, ഇതിങ്ങനെ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, ഇതിൻ്റെ മെത്തഡോളജി ഇങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ട്രംപ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ റഷ്യയുടെ ഉപരോധം നീക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. അപ്പോൾ ആ സാഹചര്യത്തിൽ എണ്ണ വില 180, 200 ഒക്കെ ടച്ച് ചെയ്യും. ഇറാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ്, എണ്ണ വില ഞങ്ങൾ $200 മാറ്റുമെന്ന് പറഞ്ഞിട്ട് ബാരലിന്. എതിരാളിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയുടെ സാങ്ഷൻസ് മാറ്റിയേ പറ്റൂ, അല്ലാതെ വേറെ അവൈലബിലിറ്റി ഇല്ല. കാരണം അത്തരത്തിലാണ് ഓയിൽ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നത് നിലവിൽ ലോകത്ത്. യുദ്ധം ഇനിയും നീണ്ടു പോകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ട് രാജ്യങ്ങളും, അമേരിക്ക ആയിക്കോട്ടെ ഇറാൻ ആയിക്കോട്ടെ, രണ്ട് രാജ്യങ്ങളും ഒരു തരത്തിലും പീസ് ടോക്കിന് ഇതുവരെ ഒരു പോസിറ്റീവ് അപ്രോച്ചും കാണിച്ചിട്ടില്ല. ഇറാൻ ആണെങ്കിൽ ഞങ്ങൾക്ക് കോമ്പൻസേഷനും കൂടി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പീസ് ടോക്കിന് തയ്യാറാകണം എന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ വേണം. ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാൻ്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും അവിടുത്തെ ഡിസ്ട്രക്ഷൻസിനും കോമ്പൻസേഷൻ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അമേരിക്ക തോൽക്കാനും പോകുന്നില്ല. അമേരിക്ക അറ്റ കൈക്ക് പല പ്രയോഗങ്ങളും നടത്തും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് മാത്രമാണ് അമേരിക്ക നോക്കിയിരിക്കുന്നത്. ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് വരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. കാരണം അമേരിക്ക മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വരുന്നു. ഇല്ലെങ്കിൽ ഇതുപോലെ ഇന്റർസെപ്റ്റേഴ്സിന്റെ ഒക്കെ ഷോർട്ടേജ് ഉണ്ടാകുന്നു. ഇറാൻ ആണെങ്കിൽ തുടരെ വീണ്ടും മിസൈലുകൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും മിസൈൽ സ്റ്റോക്ക് പൈൽസ് അവരുടെ കയ്യിൽ ധാരാളം ഉണ്ട് എന്നൊക്കെ അമേരിക്ക മനസ്സിലാക്കി കഴിഞ്ഞാൽ അമേരിക്ക ഏത് തരത്തിലുള്ള ആക്രമണ ശൈലിയും എടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ടാക്ടിക്കൽ സ്മാൾ ക്വാണ്ടിറ്റി ന്യൂക്ലിയർ വെപ്പൺസ് വരെ ഉപയോഗിച്ചേക്കാം എന്നുള്ള തരത്തിൽ പല അനാലിസിസ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനവർക്ക് റീസൺ പറയാനും അറിയാം. കാരണം അമേരിക്ക എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും, ഒരു നെറേറ്റീവ് സൃഷ്ടിക്കും. ആ നെറേറ്റീവിൽ ഇന്നയാൾ ഇങ്ങനെയാണ്, മോശപ്പെട്ട ആളാണ് എന്ന് ലോകത്തിനെ ധരിപ്പിക്കുന്ന രീതിയിൽ ചില സ്റ്റോറികളൊക്കെ അവർ മെനഞ്ഞിറക്കും. ഇത് പലതവണ അമേരിക്ക ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. പോരാഞ്ഞതിന് ഇപ്പോൾ ഇറാനാണെങ്കിൽ 480 കിലോഗ്രാം യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലും നമുക്കൊന്നും പറയാനില്ല. ഇത് ജസ്റ്റ് ഒരു പോസിബിലിറ്റി അനാലിസിസ് ആണ് കേട്ടോ, അല്ലാതെ അമേരിക്ക ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇറാൻ്റെ ഉള്ളിലാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇന്റർനെറ്റ് ഉള്ളത്, ബാക്കി പൂർണ്ണമായിട്ടും ഇറാനിൽ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ആണെന്നാണ് വാർത്തകൾ വരുന്നത്. യുദ്ധം ഒരു സൈഡിൽ കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഉള്ളിൽ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക്, ഫാമിലിക്ക് വീട് വാങ്ങിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഈ മിഡിൽ ക്ലാസ് ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുത്താണ് ഒരു വീട് വാങ്ങിക്കുന്നത്. ലോണിൻ്റെ തിരിച്ചടവാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യമാണ്. അതായത് ഈ ഗ്ലോബൽ ക്രൈസിസ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ 2006, 2007, 2008 ആ സമയത്ത് ഒരു ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇതിന് മുൻകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും ഈ നിശ്ചിത ഗ്യാപ്പിൽ ഒരു ക്രൈസിസ് വന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു ക്രൈസിസ് റിപ്പീറ്റ് ആവാനുള്ള ഒരു ടൈമാണ് 2026 എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഒരു യുദ്ധവും കൂടി തുടങ്ങിയിരിക്കുന്നത്. 2006 യുദ്ധമൊന്നുമില്ലായിരുന്നു, എന്നാലും ക്രൈസിസ് ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഇപ്പോൾ 2026 യുദ്ധവും നടക്കുന്നുണ്ട്. അമേരിക്കയുടെ ഉള്ളിലാണെങ്കിൽ നല്ല രീതിയിൽ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും
ഹൗസിങ്ങിൻ്റെ പ്രൈസ് ഉയർന്നിട്ടുണ്ട്. മിഡിൽ ക്ലാസ്സിന് അഫോർഡബിൾ അല്ലാത്ത രീതിയിൽ ഒരു സ്വന്തം വീട് എന്നുള്ളൊരു സ്വപ്നം മാറുകയാണ്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് ഇനിയിപ്പോൾ മിഡിൽ ക്ലാസ്സിലുള്ള ഒരാൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട് വാങ്ങിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് ജീവിതകാലം മുഴുവനും തിരിച്ചടവ് അടയ്ക്കേണ്ടി വരും വിത്ത് ഇൻട്രസ്റ്റ്. ഇതാണ് നിലവിലെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഹൗസിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്. ഇറാൻ്റെ ഒരു FPV ഡ്രോൺ, ഈ ഡ്രോൺ ഇറാഖിൻ്റെ അമേരിക്കൻ ബേസിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഈ അമേരിക്കൻ ബേസ് അതേപോലെ ഇറാഖിലെ പല സ്ഥലങ്ങളും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് എവിടെ പോയി എന്തിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഡ്രോണിൻ്റെ ക്യാമറയിലൂടെ ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരുന്നിന് പോലും ഒരാൾ പോലും ഈ ഡ്രോണിനെ കാണുന്നില്ല, ഈ ഡ്രോണിനെ തടയാൻ ശ്രമിക്കുന്നില്ല, ഈ ഡ്രോണിനെതിരെ ഒരു ഇന്റർസെപ്ഷൻ ശ്രമങ്ങളും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇറാനെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ്. അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അമേരിക്കൻ ബേസിൻ്റെ ഇറാഖിലെ അവസ്ഥ എന്ന് തുറന്ന് കാണിക്കുന്നതായിരുന്നു ഈ വീഡിയോ. ഈ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്യൂരിറ്റിക്കെതിരെ കടുത്ത വിമർശനം ഉണ്ടായിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ, ശരിക്കും ഇങ്ങനെയാണോ ആവേണ്ടത് എന്നുള്ള ചോദ്യം. കാരണം ലോകത്ത് തന്നെ നമ്പർ 1 ആണ്. അത്തരത്തിലാണ് അവരുടെ മിലിറ്ററി പവറും അവരുടെ ഡിഫൻസ് സെക്യൂരിറ്റിയെക്കുറിച്ചൊക്കെ അവർ തന്നെ വാദോരാതെ സംസാരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ ഡ്രോൺ അവരുടെ ബേസിൽ തന്നെ പോയി കാര്യങ്ങളൊക്കെ പകർത്തി ആ വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഒരു നാണക്കേട് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ. ഇന്ത്യയുടെ റിലയൻസ് കമ്പനി അംബാനി ശരിക്കും അമേരിക്കയിൽ $300 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു ഓയിൽ റിഫൈനറി തുടങ്ങാൻ പോകുന്നുള്ള വാർത്ത നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ എണ്ണ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പല കാറ്റഗറിയിൽ പല തട്ടുകളിൽ നിന്ന് കിട്ടുന്നത് പല ക്വാളിറ്റിയിലുള്ള ക്രൂഡ് ഓയിലാണ്. ക്രൂഡിന്റെ ഗ്രേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു 3 ഗ്രേഡായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് എന്നാണ് ഈ ഫസ്റ്റ് ക്വാളിറ്റിയെ വിളിക്കുന്നത്. ഈ ലൈറ്റ് സ്വീറ്റ് ക്രൂഡാണ് ശരിക്കും അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അമേരിക്കയിലുള്ള എല്ലാ റിഫൈനറികളും ഈ ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് റിഫൈൻ ചെയ്യുന്ന ഭാഗത്തിനാണ് പണിതിരിക്കുന്നത്. ആ ടെക്നോളജിയാണ് അവിടെ ഇൻബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ശരിക്കും അമേരിക്ക, UAE അങ്ങനത്തെ ചില രാജ്യങ്ങൾ, പ്രത്യേക നൈജീരിയ, ഇങ്ങനത്തെ ചില പ്രത്യേക രാജ്യങ്ങളിലാണ് ഇത് അവൈലബിൾ ആകുന്നത്. ഇതിൻ്റെ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ മീഡിയം സോർ എന്ന് പറയും. മീഡിയം സോർ ക്രൂഡ് സൗദി, റഷ്യ, ഇറാൻ, ഒമാൻ ഇവിടെയൊക്കെ ഈ ലൈറ്റ് സോർ ക്രൂഡാണ്. പിന്നെയുള്ളത് ഹെവി സോർ ക്രൂഡാണ്. ഹെവി സോർ ക്രൂഡ് ഇറാഖ്, കുവൈറ്റ് ആ മേഖലകളാണ് ഏറ്റവും കൂടുതൽ ഈ ഹെവി സോർ ക്രൂഡ് ഉള്ളത്. അപ്പോൾ ഇത് മൂന്നും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയും ചൈനയൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ശരിക്കും ഹെവി സോർ ക്രൂഡ് ഓയിൽസ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ടെക്നോളജി വളരെ ഡീപ്പാണ്. കാരണം നമ്മൾ ഹെവി സോർ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ അത് റിഫൈൻ ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മളുടെ ഇന്ത്യയിലുള്ള റിഫൈനറികളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇനി പുതുതായിട്ട് ഒരു റിഫൈനറി ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാൻ അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ട്. ഇതിന് പ്രധാനമായിട്ടും ഈ വെനിസുല ഓയിലിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വെനിസുല ഓയിൽ ശരിക്കും മീഡിയം സോർ കാറ്റഗറിയിലാണ് വരുന്നത്. ഈ മീഡിയം സോർ കാറ്റഗറിയിൽ വരുന്ന വെനിസുല ഓയിൽ നിലവിൽ അംബാനിയുടെ, അതായത് റിലയൻസിൻ്റെ റിഫൈനറിയിലാണ് ഏറ്റവും എളുപ്പത്തിൽ അത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ഒരു പ്ലാന്റ് അമേരിക്കയിലും കൂടി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വെനിസുലയിൽ നിന്നും ട്രാൻസ്പോർട്ടേഷനും വളരെ എളുപ്പമാണ്. കാരണം വെനിസുലയിൽ നിന്നും ഇന്ത്യ വരെ എത്തിക്കാനുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത് വളരെ വലുതാണ്. കാരണം ഇത് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിഫൈൻഡ് ഓയിലാണ്. പിന്നെ വെനിസുല ഓയിൽ ഏത്, സൗദി ഓയിൽ ഏത്, അമേരിക്ക ഓയിൽ ഏത്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പം വെനിസുലയുടെ ഏറ്റവും അടുത്തായിട്ടുള്ള അമേരിക്കയിൽ തന്നെ ഈ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട്, അതേസമയം ഇന്ത്യക്കും ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് കൊടുക്കുന്ന രീതിയിൽ അമേരിക്കയും ഇന്ത്യയുടെയും ബന്ധം ശക്തമാകുന്ന രീതിയിൽ ഒരു ബിസിനസ് ഡീൽ, അതാണ് റിലയൻസ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അപ്പോൾ റിലയൻസ് ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള വെനിസുലയിലുള്ള മീഡിയം സോർ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ വെച്ച് റിഫൈൻ ചെയ്ത് ഗ്ലോബലി സപ്ലൈ ചെയ്യും. അതാണ് ഇപ്പോൾ പുതുതായിട്ട് ഇന്ത്യയുടെ റിലയൻസ് കമ്പനിയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന $300 ബില്യൺ വർത്ത് വരുന്ന ഈ ഒരു കരാർ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.